ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് എൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ കുറച്ച് സാധനം മേടിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് സവാളയും മേടിച്ച് അവിടെയുള്ളൊരു കണ്ണാടിയുടെ മുന്നിൽ കൊപ്രയും കാണിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അടുത്തിരിക്കുന്ന ക്രോസാൻസും ഡോണറ്റ്സും എന്നെ മാടി മാടി വിളിക്കുന്നത്. പക്ഷെ അതിലൊന്നും നമ്മൾ വീടില്ല. കള്ളു കുടിക്കുന്ന അണ്ണന്മാരാണ് ചെയ്യണം, തുറച്ചു നോക്കണ്ട, ഇത് തന്നെ. വാട്ടവർ. എനിക്ക് വേണ്ടത് ഒരു പാക്കറ്റ് ബ്രെഡായിരുന്നു. അപ്പോൾ അതും എടുത്തുകൊണ്ട് ബില്ലടിക്കാൻ പോകുമ്പോഴാണ് അപ്പുറത്തെ റാക്കിൽ 50 രൂപയ്ക്ക് നൂഡിൽസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ വെറുതെ എന്തിനും ഒഴിവാക്കണമെന്ന് വിചാരിച്ച് അതും എടുത്തു. ബില്ലും എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആണ്ട് ചെറുതായിട്ട് മഴയും പൊടിയുന്നുണ്ട്. അപ്പോൾ അപ്പാർട്ട്മെൻറ്റിലേക്ക് പെട്ടെന്ന് നടന്നു പോകുന്നതിൻ്റെ കാലുകളാണ് നിങ്ങളീ കാണുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് മേടിച്ച് കൂട്ടിയത്. ഇത് ഓർബിറ്റിൻ്റെ ഒരു ചുയിങ്കം. അതിൽ വെറുതെ എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊണ്ട് ചവച്ചുകൊണ്ടിരിക്കാമല്ലോ. ഇതെല്ലാം പിടിച്ചുകൊണ്ട് തിരിച്ച് വന്നത് എനിക്കറിയാം. അത് കഴിഞ്ഞിട്ട് റൂം ഈ സാധനം വെച്ച് തുറക്കാൻ പറ്റിയ പാട്. ഒരു 10 കൈ ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. ഇനി ബ്രെഡും മേടിച്ചു, നൂഡിൽസും മേടിച്ചു. എളുപ്പപ്പണിയിൽ എങ്ങനെയൊക്കെ ഫുഡ് ഉണ്ടാക്കി തീർക്കാമെന്ന് നോക്കി നടക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഞാൻ. ഇങ്ങനെ പുറത്തേക്ക് കുറേ നേരം വായി നോക്കി നിന്നൊക്കെ കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ പോയി ചെയ്യാൻ തോന്നും. അപ്പോൾ ഞാൻ പോയി കുക്ക് ചെയ്യും. ഇന്നലെ ഞാൻ കുക്ക് ചെയ്യണ ഒരു വീഡിയോ എടുത്തായിരുന്നു. പക്ഷേ എനിക്ക് ലാസ്റ്റ് വിശപ്പ് കൂടി പണ്ടാരമായിട്ട് വീഡിയോ എടുക്കാൻ തോന്നിയില്ല. എല്ലാം കൂടി എടുത്ത് കഴിച്ചു. അല്ലെങ്കിൽ അതിൻ്റെ വ്ളോഗ് ഇടായിരുന്നു. ഇന്നലെ വ്ളോഗിട്ട് വെറുപ്പിക്കാൻ പറ്റിയില്ല, പക്ഷേ ഇന്ന് വെറുപ്പിക്കുന്നുണ്ടല്ലോ. ഫുഡ് മേടിച്ച സന്തോഷത്തിൽ ഫോണിൽ നോക്കി കൊപ്രായം കാണിച്ച് പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോഴാണ് ആ റിയലൈസേഷൻ വന്നത്. കുറേ അസൈൻമെൻറ്റ്സ് ഉണ്ട്, പരീക്ഷയുണ്ട്. അടുത്ത ആഴ്ച കഴിയുമ്പോഴത്തേക്കും എൻ്റെ കണ്ണിന് താഴെ കൺമശി തേച്ച പോലെ ഇരിക്കും. ഇനി മേടിച്ച സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇനി എന്തെങ്കിലും ഉണ്ടാക്കണം. സോ അങ്ങനെ ഞാൻ വിട വാങ്ങുന്നു ഗൈസ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പാട്ട് വ്ളോഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ബൈ ബൈ.